വാട്സാപ്പ് ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കളിക്കാൻ റോബ്ലോക്സ് ആണ് കളിക്കാൻ പോകുന്നത്. റോബ്ലോക്സിൽ നമ്മൾ എസ്കേപ്പ് ദ ഡെന്റിസ്റ്റ് ഓബി എന്ന് പറയുന്ന ഒരു ഗെയിം ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ കളിക്കാൻ കാരണം ന്യൂ മാസ്റ്ററിൻ്റെ കയ്യിൽ തന്നെയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളെ ഗെയിമിൽ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. The dentist has gone mad. എന്താ കാരണം ഞാൻ പുതിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പയ്യൻ മെസ്സി ഹെയർ. അത്രയായിട്ട് ചാവും തോന്നുന്നു. ചത്ത് ഞാൻ ചാടിയ ടച്ച് ചെയ്തതാണ്, ചാടിയില്ല. പല്ല് നമ്മള് ഈ പല്ലിന്റെ മണ്ട കൂടെ ഇങ്ങനെ ചാടി ചാടി പോണം. നമ്മള് പല്ലിന്റെ മണ്ട ചാടി ചാടി പോയിട്ടുണ്ട്. നമ്മളാ റെഡ് സംഭവത്തിൽ വീഴാണ്ട് ചോറാണെന്ന് തോന്നുന്നു. വീഴാണ്ട് പോണം തോന്നുന്നു. ചത്തുപോയി കഴിച്ചു. നമ്മള് ചോര വീണൊന്ന് ചത്തുപോയി. Find the hidden key to unlock the door. Okay, hidden key. Hidden key. എവിടെയാണോ നമ്മൾ കീ ഒക്കെ കണ്ടുപിടിക്കുന്നു? ആ ദേ ഗൈസ്, കീ യെല്ലോ കീ. യെല്ലോ കീ രണ്ടെണ്ണുണ്ടോ? ഞാൻ നോക്കണ്ടേ. വീണ്ടും പല്ല്. അയ്യോ താഴ്ചടല്. ടൂത്ത് ബ്രഷ്. അതല്ല, ആ ബ്രഷ് എല്ലാം തോന്നുന്നു. നമ്മളത് കറക്റ്റായ ബ്രഷിന്റെ വഴി പോകണം തോന്നുന്നു. അപ്പൊ ഈ ബ്രഷും അല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇതിനാണ് ഇത് നീല ബ്രഷാണെന്ന് തോന്നുന്നു. അതാണ് നമ്മള്. പിന്നെ ഇവിടെ ഇനി പച്ച. അപ്പൊ ഇതെന്തായാലും ബ്രൗൺ ആയിരിക്കും ഗൈസ്. വാക്ക് ഓവർ ദ ഗെറ്റ് ടു ദ എലവേറ്റർ. ഓക്കെ, നമ്മൾ ഈ കമ്പി വഴി നടന്നു പോകുന്നു തോന്നുന്നു. എലവേറ്ററിന്റെ അടുത്ത് എത്താൻ ചത്തു. എടാ, ഈ പൈസ കൊടുത്ത് മേടിക്കുന്ന സംഭവമൊക്കെ എന്തിനാണ് എൻ്റെ കയറുന്നത്? ഞാൻ എന്തായാലും പൈസ കൊടുത്ത് മേടിക്കാൻ പോണില്ല. വെറുതെ വന്നതാണ്. എൻ്റെ ഒരു കൊടുക്കാൻ പൈസ ഉണ്ടായിട്ടുണ്ടായി. നമ്മുടെ നൂബ് മാസ്റ്റർ ക്യാമറ ആംഗിൾ വെക്കുന്നത് നമുക്ക് എങ്ങനെ വെക്കാം? ചിലപ്പോൾ എനിക്ക് എത്തും. എലവേറ്റർ നമ്മൾ എലവേറ്റർ എത്തിയിട്ടുണ്ട്. ഇതാണ് കാര്യമുണ്ട്. നല്ല കല്ലിന്റെ എന്തോ സാധനമാണെന്ന് അറിയാം. എടാ, ഇവനെന്നെ ചാടാത്ത. ഞാൻ ചാടിയിട്ട് ചാടുന്നില്ല കേസ്. ഹെഡ്ഫോൺ വെച്ചുകൊണ്ടാണ് മറ്റേ കളിക്കുന്നത്. എൻ്റെ പുതിയ ടാഷനും അങ്ങനെ എന്താ പറയുന്നൊരു ഹെഡ്ഫോണാണ് ഗൈസ്. വയർലെസ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണമല്ലോ. എടാ
ഡോർ എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. ജമ്പ് ഓവർ ദ റൂഫ് സോ ടു പാടോ. ഓ ഗൈസ് അനന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മണ്ട കൂടെ. അയ്യോ ഗൈസ് താഴെ പോന്നു. നമ്മളിങ്ങനെ ചാടി ചാടി പോണം. അങ്ങനെയാണ് നൂബ് മാസ്റ്റർ കളിച്ചതെന്നാണ് എൻ്റെ അനിയൻ പറഞ്ഞത്. സോ ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ചാടി ചാടി നിന്നിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതുവഴി പോണായിരിക്കും. യെസ് ഗൈസ്. എടാ നമ്മൾ മുങ്ങിപ്പോയി. ഷീറ്റ്. സോ ഗൈസ് നമുക്കത് ഇതുവഴി കയറി പോകണം. ചാടി പോലെ. ഓക്കെ സോ ഗൈസ് നമ്മളിവിടെ താഴെ ചാടി പോകാണ്ടിരുന്നാൽ മതിയാണ്. സോ ഗൈസ് നമ്മൾ ഇവിടെ ഇതെന്നാണ് ബുർജ് ഖലീഫയോ? അല്ല അത് ഇതിലും ചെറുതാന്ന് തോന്നുന്നു. അത്രയ്ക്ക് വലുതാണല്ലോ. ഡോക്ടർ ഡെന്റിസ്റ്റോ? എടാ ഇവൻ ഒരു കോണി പോലും മര്യാദ കയറാൻ അറിയത്തില്ല അവൻ. എൻ്റെ അപ്പോൾ ഒന്നടാവേ. ആ കയറാം. ഇതെന്താണ് ഇങ്ങനെ 2 വശത്ത് കൊണ്ട് വെച്ചാൽ? ഏതായാലും ഒരു വശത്ത് കൊണ്ട് വെച്ചാൽ പോലെയല്ല. കേറിട്ട് കാര്യമില്ല. നമ്മുടെ ഗോണി കയറലല്ല എവിടെ എത്തിയെന്നു. എൻ്റെ പൊന്നു ഗായ്സ് നമ്മൾ ഈ തുരുമ്പെടുത്ത സാധനത്തിൽ ചവിട്ടല്ലെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ട്. അവർ ടച്ചിങ് ദ സ്മോക്ക്. എന്റെ പൊന്നു ഗായ്സ് അതെങ്ങനെയാണ്? ഞാൻ കറക്റ്റ് ഇടങ്ങളിലല്ല. വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ചത്തു. വീണ്ടും ചത്തുപോയി. അതെങ്ങനെയാണോ? അങ്ങനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്നാണ് മെയ്സോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അതെന്നാണ്? അതെന്താണ് ഗെസ്? നമ്മളിപ്പോ താഴ്ത്ത നമ്മളെങ്ങനെ ഇവിടെ എത്തി? ഏതേലും വഴി പോവാം. ഒരു കിണ്ടി അറിയത്തില്ല എങ്ങനെയൊക്കെ ഞാൻ അതുവഴി ഇതുവഴി. ഓക്കെ ഫൈനലി നമ്മൾ കറക്റ്റ് വഴിയിലൂടെ തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. അതിനാണ് അവിടെ എക്സോക്സ് കളിക്കാൻ പണ്ടാരടങ്ങാൻ കേട്ടോ. എന്നെ കാണിക്കാനാണോ വന്നത്? സോ ഗൈസ് അത് ഞാൻ വീഡിയോ പിന്നെ സപ്പോസ് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ അത് തന്നെ ഇവിടെ. എടാ ഇതൊക്കെ എന്തിനാ? എനിക്കിതൊക്കെ പൈസ കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് റോബ്ലോക്സ് ഇങ്ങനെ കേൾക്കുന്നു. സോ ഗൈസിൻ്റെ ചെക്കൻ്റെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ
വെൻ്റിൽ കൂടെ കയറി ഇനി അവിടെ ചെന്നപ്പോൾ എന്താണ് പെട്ടിയോടെ മണ്ടക്കൂടെ ചാടി പോകണം അല്ലേ? ഓക്കെ, ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ പോകാം. അതെ, ഇതെന്താണ് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് എന്നാ ചവിട്ടണം തോന്നുന്നത്. ലേസർ കണ്ടോ തോന്നുന്നു. ഡെന്റിസ്റ്റിനൊക്കെ ലേസർ വെച്ചെന്നാണ് പരിപാടി. നമ്മൾ ഇതിൻ്റെ മണ്ടക്കൂടെ ചാടി പോകണം. ഈസി ബോ ചാടി എത്തി. അപ്പം അങ്ങോട്ട് ഇടാൻ പറ്റും. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. സോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് സോ ഞാൻ എന്തായാലും ഒരു വീഡിയോ പണിയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പണിയുന്നതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വന്നായിരിക്കും. പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റുള്ളവരെ ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും എക്സോക്സ് കളിക്കാൻ കോളം അതെല്ലാം ഇങ്ങനെ ഞാൻ തട്ടിയിടുന്നത് പൈസ കൊടുത്ത് മേടിക്കണതിൻ്റെ സാധനം ഞാനൊക്കെ തട്ടിയില്ല. എന്താണ് എൻ്റെ കുസ്തി അത് ഇതിലോട്ടെ നമ്മൾ വീണ്ടും തട്ടി വീണ്ടും ചാടാ നമ്മളുടെ ചാടാ അയ്യോ നമ്മൾ ഈസി ആയിട്ട് കളിച്ചിട്ടുണ്ട്. സോ ഔട്ട് മസ്റ്റ് ഗോ ത്രൂ ഔട്ട്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ചേർന്ന് ചാടാം. ഇതിനുള്ള മുതലേ അവൻ്റെ പല്ല് നോക്കി മുതലുകളെ കണക്കിരിക്കുന്നു. സോ ഇതിനോട് ഇത് മറ്റേ സംഭവം സ്ലൈഡോ ഈ താനോസിൻ്റെ കൈയൊക്കെ എന്തിനാ താനോസിൻ്റെ താനോസിൻ്റെ ഓക്കെ എൻ്റെ ഉള്ളിക്കൂടെ ചാടി ഇതിനായി ഇത് എന്തിൻ്റെയോ കാലം കോഴിയുടെ കാലം കാര്യം നിങ്ങളവിടെ എല്ലൊക്കെ കൂടെ ഇടയ്ക്കൊക്കെ വന്നു തേനീച്ചക്കൂടില്ലേ അതുപോലെ ഉണ്ട്. ഇത് എന്തിൻ്റെയൊക്കെ കാരണം വെക്കുന്നത് ഇവിടെ വിഴുങ്ങുവാണ്. കവച്ചരച്ചൊന്നും അല്ല തിന്നുന്നത്. ഒറ്റ വിഴുങ്ങ കണ്ണാക്കിലല്ലോ അതുകൊണ്ടാണ് വായിലല്ലേ എങ്ങോട്ട് എല്ലാം ചത്തുപോയി. സോ ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നതെന്ന് ഞാനാണ് ഈ ഗെയിം എന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും സ്ക്രീൻ റെക്കോർഡ് ഓഫായിപ്പോയി. അപ്പം ഞാൻ വീണ്ടും അത് ആഡ് ചെയ്തതാണ് കേട്ടോ ഗൈസ്. സോ എന്തായാലും നമ്മൾ ബ്രൗൺ കളർ സാധനത്തിൽ ചവിട്ടി ചത്തുപോകും. ചവിട്ടി അതിനുള്ള സ്പീഡ് തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് വെടുപ്പായിട്ട് തോന്നുന്നില്ലല്ലോ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യണ്ടേ? അതെ അവിടെ നിൽപ്പുണ്ട്. എന്താണ് താങ്ക്സ് ഫോർ പ്ലേ. ഗൈസ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കുന്നു എന്നാണ്. ഇതെന്നാണ് ഇത്? ഓക്കെ ശരി സമ്മതിച്ചു. ഇവിടെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമ്മളിതിൻ്റെ മണ്ടയിൽ കൂടെ ചേർന്ന് അതൊക്കെ അടയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ.